എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ ആനന്ദിൻ്റെ ശബ്ദം കേട്ട് ആകെ പതറി മീര. എടാ, അത് വേണ്ട, അതൊന്നും ശരിയല്ല. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, നമുക്കെന്നും അങ്ങനെ മതി. അതിനപ്പുറം ഒരു ബന്ധം വേണ്ട. അവൾ കെഞ്ചുകയായിരുന്നു. പ്ലീസ്, പറ്റില്ല മീര. എനിക്കെല്ലാം മറക്കണേൽ കുറച്ച് നാളെങ്കിലും നിൻ്റെ സപ്പോർട്ട് വേണം. എൻ്റെ എല്ലാ കാര്യവും നിനക്കറിയാലോ. നിനക്ക് ഒരു ശല്യം ആകില്ല ഞാൻ. പ്ലീസ് ഒന്ന് സമ്മതിക്കൂ. ആനന്ദം കെഞ്ചി തുടങ്ങവേ ആകെ ആശയക്കുഴപ്പത്തിലായി മീര. എടാ, നിനക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായെന്ന് വെച്ച് ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ അവൾക്ക് പകരം നിന്നോട് സെക്സ് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇത്തവണ ചെറിയൊരു ദേഷ്യം തോന്നാതിരുന്നില്ല അവൾക്ക്. എടി പ്ലീസ്, കുറച്ച് നാളത്തേക്ക് അവളുടെ ഓർമ്മകളൊന്നും മറക്കാൻ വേണ്ടിയാണ്. മൈൻഡ് ഒന്ന് ഓക്കെ ആകാൻ. നിനക്കെന്നെ നല്ലോണം അറിയാലോ. നിനക്കൊരു ശല്യം ആകില്ല ഞാൻ. വല്ലപ്പോഴും മൂഡ് തോന്നുമ്പോൾ മാത്രം ഒന്ന് സമ്മതിക്കടി. ഇല്ലെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്കാകെ ഭ്രാന്ത് പിടിക്കും. തൻ്റെ ആവശ്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പരമാവധി സെൻറ്റിമെൻസിലൂടെ മീരയെ കീഴടക്കാൻ ശ്രമിച്ചു ആനന്ദ്. ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ ആനന്ദിനെ ഉപേക്ഷിക്കുവാൻ മീരയ്ക്കും കഴിയുമായിരുന്നില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ ആവശ്യവുമായി ആനന്ദ് അവളുടെ പക്കലെത്തിയത്. എടാ, നീ ഒന്ന് കൂളാകൂ. എന്നാൽ തന്നെ നിന്റെ ടെൻഷനൊക്കെ മാറും. അല്ലാതെ ഈ പറഞ്ഞതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും ഒരു പോം വഴിയല്ല. പരമാവധി ഒഴിഞ്ഞു മാറി മീര. ഓക്കെ, എന്നാൽ ശരി. നിനക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഞാൻ ശല്യമാകുന്നില്ല. ഇനി ഒരിക്കലും നീ എന്നെ കാണില്ല. നമുക്ക് ഈ കൂട്ട് ഇവിടെ നിർത്താം. എന്നെപ്പോലെ ഒരാൾ ഒരിക്കലും നിനക്ക് കൂട്ടുകൂടാൻ ചേരില്ല. അവസാന നിമിഷം വജ്രായുധം പുറത്തെടുത്തു ആനന്ദ്. ഒരിക്കലും തൻ്റെ സൗഹൃദം മീരയ്ക്ക് ഒഴിവാക്കുവാൻ കഴിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. ആ വാക്കുകൾ കേൾക്കവേ മീരയും വല്ലാതെ അസ്വസ്ഥയായി. ഇങ്ങനെയൊന്നും പറയലേ ആനന്ദ്. എനിക്ക് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം വലുതാണ്. പക്ഷെ അത് മനസ്സിലാക്കി നീ എന്നെ ഇങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണോ? എന്നെ ഇങ്ങനെ മാനസിക പ്രശ്നത്തിലാക്കിയിട്ട് നിനക്ക് എന്താ കിട്ടുക? അത് പറയുമ്പോൾ അവളുടെ തൊണ്ടയിടറി. മീര പ്ലീസ്, എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കൂ. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യ്. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് കയറും. എന്തായാലും നീ ഇന്ന് രാത്രി ഒന്ന് ആലോചിക്ക്. എന്നോട് അല്പം ഫ്രണ്ട്ലി ആയി സംസാരിച്ചു എന്ന് വെച്ച് നിനക്കൊരു ദോഷവും ഉണ്ടാകില്ല. എല്ലാം സീക്രട്ടായിരിക്കും. ആരും ഒന്നും അറിയില്ല. നാളെ എനിക്ക് പോസിറ്റീവായി ഒരു മറുപടി തരണം പ്ലീസ്. അത്രയും പറഞ്ഞവൻ മറുപടിക്ക് കാക്കാതെ കോൾ കട്ട് ചെയ്തു. ആകെ അസ്വസ്ഥയായി ബെഡിലേക്ക് ഇരുന്നു പോയി മീരയും. ഒരിക്കലും ആനന്ദുമായി അങ്ങനെ ഒരു റിലേഷൻ അവൾക്ക് സ്വപ്നത്തിൽ പോലും ഓർക്കുവാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, അതിനായി അവൻ പറയുന്ന കാരണം അവൾക്കൊരിക്കലും ഉൾക്കൊള്ളുവാനും കഴിയുമായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു മീര. ആ സമയം ആനന്ദ് ഉള്ളിൽ സന്തോഷത്തിൽ ആയിരുന്നു. തന്നോടുള്ള സൗഹൃദം കളയാൻ പറ്റാത്തതിനാൽ തന്നെ ഉറപ്പായി മീര ഈ ആവശ്യത്തിന് സമ്മതിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. സോറി മീര, എന്തോ എൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയും എനിക്ക് നേടിയെടുക്കണം. അതൊരു വാശിയാണ്. സെക്സ് എനിക്കൊരു ഹരമാണ്. ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ നിന്നെ കൊണ്ട് മാക്സിമം സഹകരിപ്പിക്കാൻ എനിക്കറിയാം. നമുക്ക് തകർക്കാം. മനസ്സിലോർത്ത് കുളിര് കോരുകയാണവൻ. അന്ന് ഉറങ്ങാൻ കിടന്നത്. ആ സമയം ഉള്ളിലെ വിങ്ങൽ കാരണം ഒന്നും നേരെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല മീരയ്ക്ക്. പിറ്റേന്ന് നേരം വിളക്കി ഞെട്ടി ഉണർന്ന ആനന്ദ് ആദ്യം കയ്യിലേക്കെടുത്തത് തൻ്റെ ഫോണാണ്. വാട്സപ്പിൽ മീരയുടെ അനുകൂലമായ മറുപടി വന്നോ എന്നറിയാൻ അവൻ്റെ മനസ്സ് വെമ്പി. എന്നാൽ അവളുടെ മെസ്സേജുകളൊന്നും തന്നെ കണ്ടിരുന്നില്ല. അതോടെ അല്പം നിരാശനായെങ്കിലും വേഗത്തിൽ അവൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തു ആനന്ദ്. മീരെ, എന്താ നീ ഒന്നും പറയാത്തത്? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിച്ചില്ലേ? ഓക്കെ അല്ലേ നീ? ഇതൊന്നും വലിയ കാര്യമല്ലടോ. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? എല്ലാം നമ്മുടെ ഉള്ളിൽ മാത്രം നിൽക്കും. പുറത്താരും ഒന്നും അറിയില്ല. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അല്പം കഴിഞ്ഞ് ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ. വോയിസ് മെസ്സേജ് അയച്ച ശേഷം ആകാംക്ഷയിൽ മറുപടിക്കായി കാത്തുനിന്നു അവൻ. അല്പസമയത്തിനുള്ളിൽ ആ മെസ്സേജ് മീര വായിച്ചു എന്ന് അവന് മനസ്സിലായി. നെഞ്ചിടി പേറി വരവേ പെട്ടെന്ന് ഫോണിലേക്ക് അവളുടെ കോൾ വന്നത് ആനന്ദിൻ്റെ മനസ്സിൽ സന്തോഷം ഇരട്ടിപ്പിച്ചു. മീര, ഞാൻ കരുതി നീയൊക്കെ നെഗറ്റീവായി എടുത്ത് എന്നോട് ദേഷ്യത്തിലാകുമെന്ന്. കോൾ എടുത്തപാടെ സംസാരിച്ചു തുടങ്ങിയവൻ. ആ ആനന്ദ്, നീ പറഞ്ഞതിനെപ്പറ്റി ഞാൻ നല്ലതുപോലെ തന്നെ ആലോചിച്ചു. ശരിയാണ്, നിന്റെ കൂട്ടെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നീ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെനിക്ക് നിരസിക്കാൻ പറ്റില്ല. മീര ഒന്ന് നിർത്തുമ്പോൾ ആനന്ദിന് അടിമുടി കുളിര് കോരി. എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പിച്ചു അവൻ. ഒന്ന് നിർത്തി മീര വീണ്ടും തുടർന്നു. ആനന്ദ്, പക്ഷെ നീ ആവശ്യപ്പെട്ടത് നിന്റെ സിസ്റ്ററായിരുന്നു ഞാനെങ്കിൽ ഇതുപോലെ ആവശ്യം മുന്നോട്ട് വയ്ക്കുമായിരുന്നോ? ആ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം പതറിപ്പോയി ആനന്ദ്. ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല.
മീര, നീ എന്താ പറയുന്നത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ ജസ്റ്റ് ഫ്രണ്ട്ലി ആയല്ലേ നിന്നോട് പറഞ്ഞേ. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അവൻ്റെ ആ പതർച്ച കേൾക്കി പുച്ഛമാണ് മീരയ്ക്ക് തോന്നിയത്. എടാ, എൻ്റെ സ്വന്തം സഹോദരനെ പോലെയായിരുന്നു നീ. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വെറുത്തുപോയി നിന്നെ. ഒരു ബ്രദറായി ഞാൻ നിന്നെ കാണുമ്പോൾ നീ തിരിച്ച് എന്നെ കണ്ടത് ഏത് കണ്ണുകൊണ്ടാണ്? അതോർത്തിട്ട് അറപ്പ് തോന്നുന്നു. നിനക്കെന്നോട് സെക്സ് ഷെയർ ചെയ്യണോ അല്ലേ? അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ നിൻ്റെ അമ്മയോട് പോയി ചോദിക്കടാ. അതാകുമ്പോൾ കൂടുതൽ സീക്രട്ട് ആകുമല്ലോ. ഇത്തവണ വിളറി വെളുത്തു പോയി ആനന്ദ്. മറുപടി പറയുവാനാകാതെ ആകെ കുഴഞ്ഞു പോയി അവൻ. മീര, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ അവസ്ഥ നിനക്കല്ലേ അത് മനസ്സിലാകുള്ളൂ. അതാ ഞാൻ നിന്നോട് ഓപ്പണായി. അതിനിങ്ങനെയൊക്കെ പറയണോ? പതർച്ചയോടെ അവൻ മറുപടി പറയുമ്പോൾ മീരയുടെ മിഴികൾ എരിഞ്ഞു. നിന്റെ സിറ്റുവേഷൻ ഞാൻ ചോദിച്ചു നിന്റെ കാമുകിയോട്. അവളോട് കാമം മുത്ത് നിന്നോടൊപ്പം കിടക്കാൻ പറഞ്ഞപ്പോൾ അല്ലടാ അവൾ ആകെ വെറുത്തിട്ടിട്ട് പോയേ. അതിൻ്റെ കഴപ്പല്ലേ നീ എൻ്റെ മേല് തീർക്കാന്ന് വെച്ചത്. ഇന്നലെ രാത്രി ഓരോന്നോർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. നിന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്തായി കണ്ടതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നാൽ ആ തെറ്റ് ഞാൻ തിരുത്തുക. മീരയുടെ ഓരോ വാക്കുകൾക്ക് മുന്നിലും നീറി ഇല്ലാണ്ടായിപ്പോയി ആനന്ദ്. മീര, ഓക്കെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക്. ഇനി ഈ കാര്യം പറയില്ല ഞാൻ, സോറി. എങ്ങനെയും ആ സംസാരം അവസാനിപ്പിച്ചാൽ മതിയെന്നായി അവന്. എന്നാൽ വിട്ടുകൊടുക്കാൻ മീര തയ്യാറായില്ല. നിർത്തുക ആനന്ദ്, നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എപ്പോൾ മുതൽ എന്നെ നീ മറ്റേ കണ്ണുകൊണ്ട് കണ്ടു തുടങ്ങിയോ അപ്പം മുതൽ എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ഇല്ലാണ്ടായി. ഇനി മേലിൽ എൻ്റെ പിന്നാലെ സൗഹൃദം എന്ന് പറഞ്ഞ് വന്നേക്കരുത്. വന്നാൽ നീ വിവരം അറിയും. ഇതൊരു താക്കീതായി തന്നെ കരുതിക്കോ. പിന്നെ ഇനി എൻ്റെ പിന്നാലെ വന്നാൽ ചിലപ്പോൾ എൻ്റെ അച്ഛനാകും പിന്നീട് നിന്നോട് സംസാരിക്കുന്നത്. അത്രയും പറഞ്ഞ് മീര കോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം സ്തബ്ധനായി ഇരുന്നു പോയി ആനന്ദ്. അവളോട് അങ്ങനെ ഒരു ആവശ്യം പറയാൻ തോന്നിയ ആ നശിച്ച നിമിഷത്തെ അറിയാതെ ശപിച്ചുപോയി അവൻ. തൻ്റെ എടുത്തുചാട്ടത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായി തന്നെ തോന്നി അവന്. ഒപ്പം നല്ല ഒരു സൗഹൃദം ഇല്ലാണ്ടാക്കിയതിൽ കുറ്റബോധത്താൽ നേറിയവൻ. വീണ്ടും അവളെ വിളിക്കുവാൻ തോന്നിയെങ്കിലും അവസാനം മീര പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ഭയം ജനിപ്പിച്ചു. വേണ്ട, വാശിയിൽ അവൾ അച്ഛനോടെങ്ങാൻ കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ചത്താൽ മതി. നിരാശയിൽ ബെഡിലേക്ക് ചാഞ്ഞു അവൻ. ആ സമയം ദേഷ്യം അടങ്ങാതെ അങ്ങനെ ഇരുന്നു മീര. ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു ആനന്ദിൻ്റെ ആ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവനെ മനസ്സിൽ നിന്നും പറിച്ചു കളഞ്ഞു അവൾ. അല്ലേലും പൊരുത്തപ്പെടില്ല എന്ന് തോന്നിയാൽ ആ നിമിഷം പറിച്ചു കളയണം, ഏത് ബന്ധമായാലും. അല്ലെങ്കിൽ പിന്നെ അതൊരു ബാധ്യതയാകും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.